ബസ് വരാൻ ഇച്ചിരി ടൈം എടുക്കും. സാരമില്ല ചേച്ചി, ഇപ്പൊ വരും. സാറേ, ഗൗതമി സാർ വരുന്നു. ഇന്നെങ്കിലും ഈ കാര്യത്തിൽ തീർപ്പുണ്ടാകാം. ഒന്നും മിണ്ടായിരിക്കും ചിലപ്പോൾ സാറേ. എത്ര ഗൗതമി സാർ ഇന്നെന്താ ലേറ്റ് ആയത്? 2-3 ദിവസമായിട്ടേ ഒരു കാര്യം അറിയാൻ വേണ്ടിട്ട് ഒരാളെ തിരക്കി നടക്കുമായിരുന്നു. ഇനി അത് അറിഞ്ഞിട്ടേ പോകുന്നു. കൈനഗിരി ഇറങ്ങാനുള്ളൊരു ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ തൽക്കാലം തന്നെ ഇറങ്ങും. സാറപ്പ എന്നോട് മിണ്ടൂലെന്ന് തീരുമാനിച്ചിട്ടല്ലേ? ശരി. അതെ, ടിക്കറ്റൊക്കെ ഓക്കെ അല്ലേ? എനിക്ക് പറയാനുള്ളത് അതിനകത്തുണ്ട്. PSC ഒക്കെ എഴുതിയല്ലേ, ആലോചിച്ച് കണ്ടുപിടിക്കും. ബഹുമാനപ്പെട്ട മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്ന ഓരോ വിഷയങ്ങളും വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. ഇതിനൊക്കെ വ്യക്തമായ ഓരോ ഫോളോ അപ്പുകളും മെമ്പർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഞാൻ അറിയിക്കുക. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുവാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കമ്മിറ്റി അവസാനിച്ചിട്ട് അറിയിക്കുന്നു. ഓക്കെ, ശരി. പ്രസിഡന്റ്, ഇതിലൊരു ഒപ്പിടാനുണ്ട്. മേരി. ഓ, എന്താ സാറേ? കൈക്കൂലി കേസിൽ പെട്ടിട്ടുണ്ടല്ലേ ഈ യാക്കോബ് ആരാ? അയ്യോ എന്റെ പൊന്നു സാറേ, എനിക്ക് ആളെ അറിയത്തേ ഇല്ല. ആരാ സാറേ അത്? പറ. ഈ യാക്കോബ് 2:15 യാക്കോബിന്റെ എന്തോന്ന്? ഈ യാക്കോബ് 2:15-16 എന്തുവാ? ആ യാക്കോബായിരുന്നോ? അതങ്ങ് ബൈബിളിലുള്ളതാ സാറേ. അറിയോ? കാണാതൊന്നും അറിയത്തില്ല, ഞാൻ വേണേ നോക്കി പറയാം. നോക്ക്. നോക്കട്ടെ. കിട്ടി സാറേ, കിട്ടി. ഒന്ന് വായിച്ചേ. എന്തോത്തിനാ? വായിക്കേ. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? സാറേ കേട്ടോ? കേട്ടു. ഇതായിരുന്നോ? താങ്ക് യു മേരി. അല്ലെ, ഇനിയുണ്ട് വചനം. പൊക്കോ. പോവാനോ? ഭാഗ്യം, ലൈറ്റ് വീണു. അമ്മേ, കൈനഗരി കായലിലെ കാറ്റിന്റെ ഗൗതമി സാറോ? എന്താ ഇത് പേടിപ്പിക്കാനായിട്ട്? സമയമൊന്നും മാറിയിട്ടില്ലല്ലോ. ഗൗതമി സാറേ, നിങ്ങൾ ഇത് എവിടെ പോയിട്ട് വരുന്നു വെളുപ്പം കാലത്ത്? കോര സാറിനെ കാണാൻ വല്ലതാണ്? ഒന്നുമില്ലാതെ അങ്ങനെ വെറുതെ വരാൻ. സാറേ, വണ്ടിയെടു. വണ്ടി എടുക്കാൻ സമയമായി. ഇത് കോരയ്ക്കുള്ളതല്ല, യാക്കോബിനുള്ളതാ. കുട്ടികൾ തൊങ്ങി കളിക്കും. ഭീമൻ ചേട്ടനോ? എന്താ വിശേഷം? അല്ല, ഇന്ന് പൊതു അവധി കാരണം ഗൗതമി ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഊഹിച്ചു. അല്ലേലും ഊഹിക്കാൻ ഭീമൻ ചേട്ടൻ എടുക്കണാണല്ലോ. താങ്ക് യു. ഞാൻ ഇവിടെ ഇരുന്നോളാട്ടോ, ചായ ഒന്നും വേണ്ട. അതെ, എനിക്ക് സീറ്റില്ലേ? അടുത്ത ഇലക്ഷന് അവിടെ ഇരിക്കും. അതൊന്നും വേണ്ട, കമ്മീഷൻകാരോട്ട് കിട്ടിയാ. അമ്മയല്ലേ ഗൗതമി? ഉണ്ട്. അമ്മേനൊന്ന് വിളിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അമ്മേ. അമ്മേ.
ദാ ഭീമൻ ചേട്ടൻ വിളിക്കുന്നു. വരുന്നു. എന്താ മോളെ? അറിയില്ല. എന്താ ഭീമ വിശേഷിച്ച്? ഒരു കല്യാണാലോചനയാ. കല്യാണാലോചനയോ? ആർക്ക്? ദേ ഇരിക്കുന്നു ഭീമൻ. കണ്ടാ ഞെട്ടിയത്. ദേ ഒരു ഞെട്ടല് ഇരിക്കുന്നു. പോവാണോ? ഇനി അകത്ത് പോയി ഞെട്ടാനായിരിക്കും. അമ്മേ എനിക്ക് ചായ ഇടുമ്പോ മധുരം കുറച്ച് മതിയേ. എനിക്ക് മധുരം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാ ഏകത്തിൽ പഞ്ചസാര തുടക്കം വീഴുങ്ങട്ടെ. കാണിച്ചു തരുന്നുണ്ട്. എന്തുവാടി ഇത്? പറഞ്ഞുവിടാൻ നോക്ക്. കാണാൻ ഗൗതമേക്കാൾ പ്രായക്കുറവായിട്ട് തന്നെ തോന്നുമെങ്കിലും പ്രായത്തിൽ ഞാനാണല്ലോ മൂത്തത്. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വേഷം വെച്ചിട്ട് ഞാൻ പുറത്തുപോയി പെണ്ണാണെന്നത് ഗൗതമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതെ സത്യം. അത് മാത്രമല്ല, പിന്നെ പാർട്ടിയിലെ എന്റെ സ്വാധീനം വെച്ചിട്ട് ഞാൻ ഏത് നിമിഷവും MLA MP ആവാലോ. പിന്നെ പെണ്ണാണ് സമയം കിട്ടിയെന്ന് വരില്ല. അതാ ഞങ്ങൾ ഓടിപ്പിടിച്ചുകൊണ്ട് പോകുന്നത്. ചേട്ടൻ MLA ആവുന്ന ഞാൻ മിക്കവാറും സ്വപ്നം കാണാറുണ്ട്. ആ നാക്കൊന്ന് കാട്ടി. അയ്യോ, എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞേ? സത്യം പറയാലോ? സത്യം പറഞ്ഞാ മതി. എനിക്ക് ഭീമൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു കള്ള. ഞാൻ ഇവളുമാരോട് പറയാറുണ്ടെന്നേ, ഭീമേട്ടനെ പോലെ ഒരു ആങ്ങളുണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ബലമാണ്, അല്ലേ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ബന്ധമുള്ള കാര്യം എന്നോട് പറഞ്ഞായിരുന്നോ? തന്നെ ഞാൻ എനിക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ. ദോ അദ്ദേഹവും പറഞ്ഞില്ല. അതിന് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് എനിക്കും അറിയത്തില്ലല്ലോ. അയ്യോ, ഉണ്ണിച്ചേട്ടൻ അറിയത്തില്ലേ? ഇതിന്റെ സ്വന്തം ജ്യേഷ്ഠനാ. വാ പോകാം. അയ്യോ, ഭീമേട്ടൻ പോവാണോ? എനിക്ക് പാർട്ടി കമ്മിറ്റി ഉള്ളതാണ്. അയ്യോ ഭീമേട്ട പോവല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. അമ്മ ചായ എടുത്തേ. ചായയും പരിപാടിയൊക്കെ പാർട്ടി ഓഫീസിൽ കിട്ടും. വാടോ മോളെ, ആങ്ങളും കൂട്ടുകാരും പോവാ. വാടോ, ഞാൻ പോവാ. അയ്യോ പെട്രോൾ അടിക്കാൻ പൈസ തന്നിട്ട് പോ. പൈസയൊന്നുമില്ല, താൻ തള്ളിക്കൊണ്ട് പോയാ മതി. സഖാവേ, ഈ വക്കീലിനോടും ഡോക്ടറോടും പ്രത്യേകിച്ച് ബ്രോക്കറിനോടും കള്ളം പറയാൻ പാടില്ല. സത്യം ഉണ്ടേ പറയൂ. പറയാം. പിടിച്ചോണ്ട് വലിയ താടിക്കാൻ തീയിടും. അഞ്ചും വെറുതെ ഒരു കണക്കിന് ഈ എറണാകുള വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടാൻ ഒരു ബിസ്ക്കറ്റ് പോലും തന്നില്ല. മുതുകളവാ, അവന് പെണ്ണ് കിട്ടാഞ്ഞിട്ട് നിനക്ക് ബിസ്ക്കറ്റ് പോടുന്നു. പഞ്ചാര ബിസ്ക്കറ്റ് താൻ ഷുഗർ വന്ന്. അയ്യോ എവിടെ പോണ്? താൻ നടന്നു പോയാ മതി, ഞാൻ വേറെ വഴിക്കാം. പോടോ. ഇവിടെ തന്റെ പുറമെ കാലിയാണ്. മക്കളെ മാറിക്കോ, ഞാൻ മൊത്തം ഞെട്ടിയിരിക്കുക. ഞാനിത് ബില്ല് ചെയ്യാം. ഒരു കണക്കിന് ഞാനെന്നാ പണ്ട, ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്റെ വഴി ഇതല്ലേ.